അച്ഛനും അച്ഛമ്മയും ചേച്ചിമാരും ഒക്കെ ഇപ്പൊ വരുമല്ലോ. അവരൊക്കെ എന്തൊക്കെയായിരിക്കും കൊണ്ടുവരുന്നേ? മഞ്ചാടി, ആർച്ചമോള് ഭദ്രമോള് വന്നാ നീ അവരെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. ആളും ബഹളൊക്കെ കാണുമ്പോ അവര് പേടിക്കും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം ചേച്ചി. ചേച്ചി മോനെടുത്ത് പാല് കൊടുക്ക. അവൻ ശരിക്കും കരയാൻ തുടങ്ങി. അതെ മോളെ, അവന് വിശന്നിട്ടാവും. ചക്കരേ പൊന്നെ. എന്തായി സത്യേട്ടാ, അമ്മയെ കണ്ടോ? ഏയ്, അമ്മ പോകാറുള്ള അമ്പലങ്ങളിലൊക്കെ ഞങ്ങൾ പോയി നോക്കി, പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല. ഹർഷയുടെ വീട്ടിൽ തന്നെ പോയതായിരിക്കും. അതല്ലെങ്കിൽ ഹർഷയുമായിട്ട് പുറത്തെവിടെയും വെച്ച് കാണുന്നുണ്ടാവണം. ഏട്ടനും ഏട്ടത്തി ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അമ്മ എങ്ങോട്ടെങ്കിലും മുങ്ങിയ നമുക്കായിരിക്കും പൂർണ്ണ ഉത്തരവാദിത്വം. അതാ ഞാൻ നിങ്ങളോടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം അന്വേഷിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല സോന. അമ്മ ഇവിടുന്ന് ചാടിപ്പോകാൻ നിങ്ങൾ നോക്കണമായിരുന്നു. അമ്മ പോകണമെന്ന് വിചാരിച്ച പോയിരിക്കും ശ്യാമൻ. ഏട്ടന്റെ കൂടെ അമ്പലത്തിൽ പോയപ്പോ അവിടുന്ന് ഏട്ടന്റെ കണ്ണ് വെട്ടിച്ച് ചാടിപ്പോയ ആളല്ലേ. ഇനിയിപ്പോ നമ്മൾ അതിന്റെ പേരിൽ ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അമ്മ അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. സത്യേട്ടാ, ആ, ആരോ വിളിച്ചിട്ട് പോയതുപോലെയാ എനിക്ക് തോന്നിയത്. പോകുന്നതിന് മുമ്പ് ഫോണിൽ ആരോടോ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു. പ്രതിഭ പറഞ്ഞപ്പോഴേ ഞാനും ഇതറിഞ്ഞേ. അമ്മ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് പോയതാണെങ്കിൽ അത് നമുക്കും കൂടിയുള്ള പണിയായിരിക്കും. അതും ഏട്ടനും ഏട്ടത്തി ഇവിടെ ഇല്ലാത്ത സമയം നോക്കിയാണ് പോയതെന്ന് ഓർക്കണം. അതിലെന്തോ ഗൂഢാലോചന ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. സത്യ, ഇന്ദ്രേട്ടനെന്ന് വിളിച്ച് പറയണോ? അത് വേണ്ട ശ്യാം. ഇന്ദ്രേട്ടനും എടുത്തിയും പഞ്ചരത്നത്തിൽ ഒരു ചടങ്ങിന് പോയിരിക്കല്ലേ. അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞ് അവരെ വെറുതെ ടെൻഷനാക്കണ്ട. എന്തായാലും ഏട്ടനും എടുത്തിയും തിരിച്ചെത്തും മുൻപ് അമ്മ ഇങ്ങ് വന്നിരിക്കും. സത്യേട്ടാ, ഇനി അമ്മ പഞ്ചരത്നത്തിലേക്ക് പോയതൊന്നും ആയിരിക്കില്ലല്ലോ അല്ലേ? ക്ഷണിക്കാത്ത ചടങ്ങിനൊരിക്കലും അമ്മ പോയില്ലെന്നാ എന്റെ ഒരു വിശ്വാസം. മാഷ് ഇവിടെ വന്നിട്ട് അമ്മയെ മാത്രം ക്ഷണിക്കാത്തതില് പഞ്ചരത്നം വീടിനെ തന്നെ വെറുത്തിരിക്കുക അമ്മ. അപ്പൊ പിന്നെ ഒരിക്കലും അങ്ങോട്ട് പോകാൻ വഴിയില്ല. മാഷ് അമ്മയെ ക്ഷണിക്കാതിരുന്നത് നന്നായെന്ന് വിചാരിച്ചാൽ മതി. അഥവാ ക്ഷണിച്ചിരുന്നെങ്കിൽ അവിടെ ചെന്ന് ഏതെങ്കിലും രീതിയിൽ അമ്മ ആ ഫംഗ്ഷൻ കൊളമാക്കിയിരിക്കും. നമുക്കെന്നാ അങ്ങോട്ടേക്ക് വിട്ടാലോ സത്യ? വേണമെങ്കിൽ നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഹർഷയുടെ വീട് വഴി തന്നെ പോവാം. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അതും അറിയാലോ. ആ, എന്നാ ശരി. ദേ, അമ്മ ഇടയ്ക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഞങ്ങളെ വിളിച്ച് പറയണം. ചിലപ്പോ കുറച്ച് ദൂരെയുള്ള ഏതെങ്കിലും അമ്പലത്തിൽ പോയതാകാനും മതി. എനിക്കും തോന്നുന്നത് അതാ. റോഡില് ഏതോ വണ്ടി വെയിറ്റ് ചെയ്യുന്ന അറിഞ്ഞിട്ട് ഓടി പോവായിരുന്നു അമ്മ. ശരി, അമ്മ വരുമ്പോ വരട്ടെ. നിങ്ങളെന്നാ പൊയ്ക്കോ. പണ്ടായിരുന്നെങ്കിൽ ഇന്ദ്രേട്ടന്റെ അമ്മ എന്തെങ്കിലും ഒരു പാര വെച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന പരിപാടി തന്നെ മുടക്കുമായിരുന്നു. ഇപ്പൊ എന്തായാലും അങ്ങനെ ഒരു ശല്യമില്ല. ഈ ചടങ്ങിന് ക്ഷണിക്കാത്തതിനെ അച്ഛനോട് നല്ല പക കാണും അവർക്ക്. അവരിനി പക വെച്ചിരുന്നിട്ട് കാര്യമൊന്നും ഇല്ലേ ചേച്ചി? പല്ല് കൊഴിഞ്ഞ സിംഹത്തിന്റെ അവസ്ഥയായി അവർക്ക്. പിന്നെ ഇപ്പൊ അവരുടെ ദയനീയത കാണുമ്പോ സങ്കടമൊക്കെ വരും. ഒരിക്കൽ എല്ലാവരെയും അടക്കി വാണവരല്ലേ. ഇപ്പോ ആർക്കും വേണ്ടാത്ത, ആരും വില വെക്കാത്തൊരു നിലയിലായി അവര്. ചില്ലറ ദ്രോഹമൊന്നും അല്ലല്ലോ അവര് നമ്മളോടൊക്കെ ചെയ്തത്. നീ തന്നെ എന്തൊക്കെ സഹിച്ചു. ചെയ്തു കൂട്ടിയതൊന്നും വെറുതെ ആയി പോവില്ലടി. അനുഭവിക്കട്ടെ. ഇടയ്ക്ക് ഇന്ദ്രേട്ടനെ അമ്പലത്തിൽ കൂട്ടിക്കൊണ്ടു പോയപ്പോ ചാടിപ്പോവാനൊക്കെ ശ്രമിച്ചതാ. എന്നിട്ട് എവിടേക്കോ ചുറ്റിക്കറങ്ങി കുറച്ചു സമയം കഴിഞ്ഞപ്പോ തിരിച്ചു വന്നു. എനിക്ക് തോന്നുന്നത് ഹർഷ അവരെ കൈവിട്ടെന്ന. എങ്കിൽ തീർന്നു എന്ന് തന്നെ പറയാം. തീരണം. എടി, ആ ഹർഷയ്ക്കും കിട്ടണം ഇതുപോലെ തിരിച്ചടി. എന്നാലേ അവളും പഠിക്കും. എടി, നീ ആ പാല് മക്കൾക്ക് കൊടുക്കൂ. ലച്ചുമോൾക്കും വിച്ചോട്ടിനൊക്കെ വിശക്കുന്നുണ്ടാവും. എടി, ബിസ്ക്കറ്റ് ഇവിടെ ഇരിപ്പുണ്ട്, അതുകൂടെ കൊടുക്കണേ. ഞാൻ കൊടുക്കാൻ ചേച്ചി. അപ്പോഴേക്ക് ചേച്ചി ചായ റെഡിയാക്കിക്കോ. എല്ലാവർക്കും ചായ കൊടുക്കണ്ടേ? ഇനിയിപ്പോ ചായ ഒന്നും കുടിക്കാൻ സമയം കാണില്ലന്നു.
അവരൊക്കെ ഇപ്പൊ എത്തും. അച്ഛൻ പറഞ്ഞത് അവരൊക്കെ വന്നതിന് ശേഷമേ എല്ലാവർക്കും കൂടെ ഒരുമിച്ചെടുത്താ മതിന്ന്. എന്നാ പിന്നെ അങ്ങനെ മതി. ചേച്ചി, ഞാനെന്നാ മക്കളെവിടെയാണെന്നൊന്ന് നോക്കിയിട്ട് വരട്ടെ. ആ